ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ 50 പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചായത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചായത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപ്പാദക സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപ്പാദക സംസ്ഥാനം ഏതാണ്? കർണാടക. കുങ്കുമപ്പൂവ് ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. കുങ്കുമപ്പൂവ് ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദ്. ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കോയമ്പത്തൂർ. ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. ഉത്തര ഭാരതത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കാൺപൂർ. ഉത്തര ഭാരതത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കാൺപൂർ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്പൂർ. ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വെള്ളച്ചാട്ടം ഏതാണ്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളി. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളി. സർക്കാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നർമ്മദ നദി. സർക്കാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നർമ്മദ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ചിപ്പുക്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ചിപ്പുക്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ്? 1873. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ്? 1973. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? അറബിക്കടൽ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? അറബിക്കടൽ. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ബംഗാൾ ഉൾക്കടൽ. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ബംഗാൾ ഉൾക്കടൽ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ. അന്തമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനൽ. അന്തമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മിനിക്കോയിയെയും ചേർത്തിരിക്കുന്ന ചാനൽ ഏതാണ്? 9 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മിനിക്കോയിയെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 9 ഡിഗ്രി ചാനൽ. ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 8 ഡിഗ്രി ചാനൽ. പഞ്ചാബ് എന്ന പേരിന് കാരണം എന്താണ്? 5 നദികളുടെ നാട്. രവി, ബിയാസ്, സത്ലജ്, ജലം, ചെനാബ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഒരു കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. ഒരു കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. സിംഹങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? ഗിർ നാഷണൽ പാർക്ക്. ഗുജറാത്ത്. സിംഹങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? ഗിർ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ഉത്തരം T49. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? T49. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് തുറമുഖം ഏതാണ്? എണ്ണൂർ തുറമുഖം.
ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് തുറമുഖം ഏതാണ്? എണ്ണൂർ തുറമുഖം. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? നാഗ്പൂർ. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? നാഗ്പൂർ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഉദയ്പൂർ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഉദയ്പൂർ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കന്യാകുമാരി. പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ജിന്തഗാണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഘുവൻ തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഘുവൻ തടാകം ചിൽക്ക തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുന്ദർബൻസ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ 7 സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത്? സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്